പ്രിയ പ്രേക്ഷകരെ, കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം. ജംഷീറിന്റെ മരണത്തിന് പിന്നാലെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലെത്തിയ ഡിഎഫ്ഒയെ തടഞ്ഞ പ്രതിഷേധക്കാർ. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. മുബഷീർ, മലപ്പുറം കരുവാരക്കുണ്ടിൽ കാട്ടാന ആക്രമണം എന്ന വാർത്ത, ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം, രാവിലെ ജോലിക്ക് പോയ ടാപ്പിംഗ് തൊഴിലാളിയാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് വിവരം. ഇത് മൃഗശല്യമുള്ള പ്രദേശമാണോ? എന്താണ് പ്രതിഷേധക്കാർ പറയുന്നത്? അതായത് വന്യജീവി ആക്രമണങ്ങൾ തുടർച്ചയായി നടക്കുന്ന മേഖലയാണിത്. മലപ്പുറത്തെ മലയോര മേഖലകളിലൊന്നാണ് കരുവാരക്കുണ്ട്. അവിടെ വെച്ചാണ് ടാപ്പിംഗ് തൊഴിലാളിയായിട്ടുള്ള ജംഷീർ രാവിലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആദ്യഘട്ടത്തിൽ കരുവാരക്കുണ്ടിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് പരിക്ക് ഗുരുതരമായതിനാൽ മൗലാന പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ വെച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഡിഎഫ്ഒ നമ്മളോടൊപ്പം ചേരുന്നത്. സാർ, എന്താണ് സ്ഥിരീകരിച്ചത്? അല്ല, നമ്മൾ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടതായാണ് നമുക്ക് പ്രിലിമിനറി ആയിട്ട് കിട്ടുന്ന വിവരം. അപ്പോൾ അത് എവിടെ വെച്ചാണെന്നുള്ളതിന് ഒരു സംശയമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. പ്രിലിമിനറി അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതിന് കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ 2 ആളുകൾ കൂടി ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടി വെച്ച് കിട്ടിയാൽ മാത്രം നമുക്ക് യഥാർത്ഥത്തിൽ എവിടെ വെച്ചാണ് നടന്നത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. അതായത് കാട്ടാന ആക്രമണം വന്യജീവി സാന്നിധ്യമുള്ളൊരു മേഖലയാണിതല്ലേ? ഇത് സൈലന്റ്വാലിയോട് ചേർന്ന് കിടക്കുന്ന വനപ്രദേശം തന്നെയാണ്. ആ ഏരിയയിലൊക്കെ വന്യമൃഗങ്ങളുള്ളതാണ്. അദ്ദേഹത്തിന് കാട്ടാനാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു തോന്നുന്നു അല്ലേ? അല്ല, ഞാൻ പറയുന്നത് ഇതിൽ നമുക്ക് ആകപ്പാടുള്ളൊരിത്, ഇദ്ദേഹം ഒറ്റയ്ക്ക് വണ്ടി വിളിച്ചു എന്നാണ് ഇപ്പോൾ കൂടെ കൊണ്ടുവന്നവർ പറഞ്ഞത്. അത് അദ്ദേഹം ഇവരെ ഫോണിൽ വിളിച്ച് വണ്ടി വിളിച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വേറെ കൂടെ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ, അവർ എവിടെ വെച്ചാണ് സംഭവം നടന്നതെന്ന് കൂടെയുള്ള ആളുകൾക്കാണ് ഇനി പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ എവിടെ വെച്ചാണ് പരിക്കേറ്റത് നടന്നത്, ഏത് ഭാഗത്താണെന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ നോക്കുന്നത്. വീഡിയോ ആണത്. ഒരു മിനിറ്റ് തന്നെ നമുക്ക് കാണാമല്ലോ. കേട്ടോ, നോക്കി അയാൾ സ്വയം ഇരിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം തന്നെയാണോ ആക്രമണത്തിന് ശേഷം പരിക്കേറ്റ് വാഹനം വിളിച്ചു പറയുന്നത്? ഇതുണ്ടോ, അയാൾ ഇരിക്കുന്നുണ്ടോ, സ്ട്രെച്ചറിലേക്ക് നീങ്ങിയിരിക്കുന്നുണ്ട്. ഉണ്ടോ, അയാൾ തന്നെ നീങ്ങിയിരിക്കുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇയാൾ തന്നെയാണ് ഇങ്ങനെ കാട്ടാൻ ആക്രമിച്ചു എന്നുള്ള വിളിച്ചു പറയുന്നത്. ഇയാളാണ് നിങ്ങൾ അറിയുന്നത്? കറക്റ്റ് അറിയില്ല, കാരണം ഞാൻ ഉണ്ടായിരുന്നില്ല സ്പോട്ടിൽ, ഞാൻ ഇവിടെ ആയിരുന്നു. ഇദ്ദേഹം ടാപ്പിംഗ് തൊഴിലാളിയാണ്, ലോഡിംഗ് തൊഴിലാളിയാണ്. വനത്തിലുണ്ടായിരുന്നു. അത് ഒറ്റയ്ക്കാണോ മലയിൽ പോയിട്ടുള്ളത് നമുക്കറിയില്ല. ഈ സ്ഥലത്ത് ടാപ്പ് ചെയ്യുന്ന തൊഴിലാളിയല്ല ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന സ്ഥലത്ത്, ഇവർ പറഞ്ഞ സ്ഥലത്ത് ഇദ്ദേഹം ടാപ്പ് ചെയ്യുന്നില്ല. അതായത് വനത്തോട് ചേർന്നുള്ള മേഖലയാണ് ഇത്. വനമേഖലയോട് ചേർന്നുള്ള വനമേഖലയോട് ചേർന്ന മേഖല, വനത്തോട് അടുത്തുള്ള മേഖലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ബഫർ സോൺ മേഖലയാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഭാഗം. ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞാൽ മലയാണ് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറം. 1 കിലോമീറ്റർ കഴിഞ്ഞാൽ മലയുടെ അടിഭാഗത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അതായത് കൂമ്പൻ മല എന്ന് പറയുന്നത്. പ്രശ്നം പറയുന്നത് എന്താണ്? നാട്ടുകാർ പരാതി പറയുന്നത് നാട്ടുകാർ തടഞ്ഞു എന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നാട്ടുകാർ തടഞ്ഞിട്ടൊന്നുമില്ല. ഡിഎഫ്ഒയുടെ ഭാഗത്ത് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും കാട്ടാന ആക്രമണം, അതായത് വന്യജീവികളുടെ സാന്നിധ്യമുള്ള മേഖലയാണിത്. സ്ഥിരമായി വന്യജീവി ആക്രമണം നടക്കുന്ന മേഖലയാണിത്. ബഫർ സോൺ പോലെയുള്ള ഇടമാണ്. തൊട്ടപ്പുറത്ത് തരിശ് എന്ന് പറയുന്ന മേഖല കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ സൈലന്റ് വാലി വനം ഉൾപ്പെടെ ഉള്ള മേഖലയാണ്. സ്വാഭാവികമായിട്ട് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ ഇവിടെ വന്യജീവികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിലൊരു അവ്യക്തത നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹം ടാപ്പിംഗ് തൊഴിലാളിയാണ്. ആ മേഖലയിൽ ദീർഘകാലമായി ടാപ്പിംഗ് പ്രവർത്തനം ചെയ്യുന്ന ടാപ്പിംഗ് തൊഴിലാളിയാണ്. പക്ഷേ ഇദ്ദേഹം ടാപ്പിങ്ങിന് വേണ്ടിയല്ല ഇന്ന് പുലർച്ചെ ആ ഒരു മേഖലയിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം മറ്റ് ജോലിയുമായി ബന്ധപ്പെട്ടെന്തോ കാര്യം നോക്കുന്നതിന് വേണ്ടി ആ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് ഈ കാട്ടാനയുടെ ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കാലിനും തുടയെല്ലിനും ഉൾപ്പെടെയാണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നത്. ജോലിക്ക് പോകുന്നതിനിടയിലല്ല, മറ്റാവശ്യങ്ങൾക്ക് ആ മേഖലയിലേക്ക് പോകുമ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. തുടയെല്ലിനും കാലിനുമാണ് പരിക്കേറ്റത്. മരണം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട പ്രതിഷേധക്കാർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം അവിടെ തുടരുകയാണ്. ഡിഎഫ്ഒ ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ ഡിഎഫ്ഒയെ തടയുന്നതടക്കം സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു.